വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വണക്കമാസം 5-ാം ദിവസം. വിശുദ്ധ യൗസേപ്പ് പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവ്. ദൈവം പരിശുദ്ധ കന്യകയെ അനാദിയിലെ തന്നെ തിരഞ്ഞെടുത്ത് അവളെ ദൈവമാതൃത്വ പദവിയിലേക്ക് ഉയർത്തി. ദൈവജനനിയുടെ മഹത്വത്തിനെല്ലാം നിദാനം അവളുടെ ദൈവമാതൃത്വമാണ്. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ അനേകം ദാനങ്ങളാൽ ദൈവം തൻ്റെ ദിവ്യജനനിയെ സമലങ്കരിച്ചു. ദൈവമാതൃത്വത്തിൽ പരിശുദ്ധ കന്യക സകല സൃഷ്ടികളിലും അതീതയാണ്. ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവായി ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധ യൗസേപ്പിനും തത്തുല്യമായ ഒരു സ്ഥാനമുണ്ടെന്നുള്ളത് നാം അംഗീകരിച്ചേ മതിയാവൂ. ഭാര്യാഭർത്താക്കന്മാർ പരസ്പര പൂരകങ്ങളാണ്. ഭാര്യയുടെ ഗുണങ്ങളിലും സമ്പത്തിലും മറ്റ് നന്മകളിലും ഭർത്താവിനും, ഭർത്താവിൻ്റെ ഗുണങ്ങളിലും സമ്പത്തിലും മറ്റ് നന്മകളിലും ഭാര്യയ്ക്കും അവകാശം സിദ്ധിക്കുന്നുണ്ട്. അതിനാൽ സർവ്വ ഗുണഗണങ്ങളാലും സമ്പൂർണമായ പരിശുദ്ധ ജനനിയുടെ ഭർത്താവായ വിശുദ്ധ യൗസേപ്പിനും പരിശുദ്ധ കന്യകയുടെ എല്ലാ നന്മകളിലും ദാനങ്ങളിലും ഭാഗഭാഗിത്വം സിദ്ധിക്കുന്നുവെന്ന് സയുക്തികം അനുമാനിക്കാം. ഒരു രാജാവ് തൻ്റെ പുത്രിക്ക് വിവാഹാലോചന നടത്തുമ്പോൾ പുത്രിക്ക് ഏറ്റവും അനുരൂപനായ ഒരു വരനെ കണ്ടുപിടിക്കുവാൻ പരിശ്രമിക്കുന്നതാണ്. സമ്പത്ത്, സൗകുമാര്യം, സ്വഭാവഗുണം മുതലായവയിലെല്ലാം മികച്ച ഒരു വ്യക്തിയെ കണ്ടുപിടിക്കും. സാമ്പത്തികമായ വല്ല കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനും ഉത്സുകനായിരിക്കുമല്ലോ. രാജാധിരാജനും സർവഗുണ സമ്പൂർണനുമായ ദൈവം അവിടുത്തെ പ്രിയകുമാരിയായ മറിയത്തിന് അനുരൂപനായ വരനായി തിരഞ്ഞെടുക്കുകയും സകല സൽഗുണങ്ങളാലും സമലംകൃതനാക്കുകയും ചെയ്തു വിശുദ്ധ യൗസേപ്പിനെ. തന്നിമിത്തം ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ വിശുദ്ധ യൗസേപ്പിന് സകല വിശുദ്ധന്മാരിലും ഉന്നതമായ സ്ഥാനം ലഭിച്ചു എന്നനുമാനിക്കാം. പരിശുദ്ധ കന്യകയുമായിട്ടുള്ള നിരന്തരമായ സഹവാസം വിശുദ്ധ യൗസേപ്പിൻ്റെ വിശുദ്ധിയെ കൂടുതൽ പരിപോഷിപ്പിച്ചു. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയും ഭർത്താവിന് ഭാര്യയുടെയും വിശുദ്ധീകരണത്തിലും ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും കൂടി സന്താനങ്ങളുടെ വിശുദ്ധീകരണത്തിലും ശ്രദ്ധ പതിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് സ്വീകരിക്കുന്നത്. ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ ഒരു പ്രാവശ്യം കാണുന്നത് തന്നെ വളരെ വലിയ വിശുദ്ധിക്ക് നിദാനമാണ്. വിശുദ്ധ യൗസേപ്പ് ദിവ്യജനനിയുമായി നിത്യസഹവാസത്തിൽ കഴിയുകയും സഹകരിച്ച് പ്രവർത്തിക്കുകയും സേവനമർപ്പിക്കുകയും ചെയ്തപ്പോൾ അത് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ പരിപോഷിപ്പിച്ചുവെന്ന് നമുക്ക് ഗ്രഹിക്കാം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമൊരു സൗരഭ്യം എന്ന കവിവാക്യം എത്ര അർത്ഥപൂർണമാണ്. പരിശുദ്ധ കന്യകയോടുള്ള സാമീപ്യം വിശുദ്ധ യൗസേപ്പിനെ സർവസംഘ പരിത്യാഗിയായ ഒരു യോഗീശ്വരനാക്കി തീർത്തു. ഭാര്യാഭർത്തൃ ബന്ധം തിരുസഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന് അപ്പസ്തോല പ്രവർത്തകൻ എഫേസോസുകാർക്കുള്ള ലേഖനത്തിൽ അനുസ്മരിക്കുന്നു. സംഭവം 1962 ചാന്താ മിഷൻ പരിശുദ്ധ സിംഹാസനം കേരള സഭയെ ഏൽപ്പിച്ചു. ഈ മിഷൻ രൂപതയുടെ ആദ്യകാലത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു മലയാളി വൈദികനുണ്ടായ അനുഭവമാണിത്. ചാന്തായിലെ കാഗസ് നഗറിൽ നിന്നും മാർ യൗസേപ്പ് പിതാവിൻ്റെ ഉത്തമ ഭക്തനായ അദ്ദേഹം ഒരു ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ക്രിസ്തുമത വിരോധികളായ ചില വർഗീയ ഭ്രാന്തന്മാരുടെ താവളത്തിലാണ് അദ്ദേഹം ചെന്നുപെട്ടത്. സംസാരത്തിലും പെരുമാറ്റത്തിലും നിന്ന് അദ്ദേഹം ഒരു ക്രൈസ്തവനാണെന്ന് അവർ മനസ്സിലാക്കി. വിരോധികൾ സ്നേഹഭാവത്തിൽ അടുത്തുകൂടി സമയം സന്ധ്യ, ഉടനെ അവിടം വിട്ടു പോകരുതെന്നും പോയാൽ വലിയ അപകടം വരാൻ ഇടയുണ്ടെന്നും പറഞ്ഞ് അവർ അദ്ദേഹത്തെ ഒരു വീട്ടിലേക്ക് നയിച്ചു. സംശയത്തിനിട വരാത്ത വിധം അവർ മിക്കവരും തന്നെ പുറത്തേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞ് അദ്ദേഹത്തിന് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. ഈ അവസരത്തിൽ തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളതായി മാർ യൗസേപ്പ് മാത്രമേ ഉള്ളൂ എന്ന ശരണത്തോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു. അതാ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് മതവൈരികളുടെ താവളത്തിലാണ്, വേഗം രക്ഷപ്പെടുക. ആ മനുഷ്യൻ്റെ വാക്കുകളിൽ വൈദികന് വിശ്വാസം തോന്നി. പക്ഷേ രക്ഷപ്പെട്ടു പോകാൻ കയ്യിൽ പണമില്ല. ആ മനുഷ്യൻ 50 രൂപ
വൈദികന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എത്രയും വേഗം ഒരു ടാക്സിയിൽ കയറി അടുത്തുള്ള പട്ടണത്തിലേക്ക് പുറപ്പെടുക. ഞാൻ വിദ്യാഭ്യാസം ചെയ്തത് ഒരു കത്തോലിക്ക കോളേജിലാണ്. നിങ്ങളെ ഈ അവസരത്തിൽ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ആ മനുഷ്യനോട് പണം കടം വാങ്ങി ടാക്സിക്കാർ പിടിച്ച് അടുത്തുള്ള നഗരത്തിലേക്ക് പോയി. കാറിൽ കയറുമ്പോൾ തന്നെ ആദ്യം സ്വീകരിച്ചവർ മദ്യപിച്ച് കൊലയായുധങ്ങളുമായി സന്ധ്യയ്ക്ക് വിശ്രമിച്ച വീടിനെ സമീപിക്കുന്നത് വൈദികൻ കണ്ടു. നിർണായക നിമിഷത്തിൽ തന്നെ സഹായിച്ച മാർ യൗസേപ്പിന് അദ്ദേഹം നന്ദി പറഞ്ഞു. ജപം. മഹാത്മാവായ മാർ യൗസേപ്പെ, പരിശുദ്ധ ദേവജനനിയുടെ വിരക്ത ഭർത്താവായി ദൈവം അങ്ങയെ തിരഞ്ഞെടുത്തത് മൂലം അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം എത്ര അഗ്രാഹ്യമാണ്. ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു. അങ്ങ് ആവശ്യപ്പെടുന്നതെല്ലാം നൽകുവാൻ സ്വർഗരാജ്ഞി ഒരർത്ഥത്തിൽ കടപ്പെടുന്നു. ആയതിനാൽ അങ്ങേ മക്കളായ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ പ്രിയപത്നിയായ പരിശുദ്ധ കന്യകയോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ കന്യകാമറിയത്തെയും അങ്ങയെയും സ്നേഹിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ സുഹൃത മാതൃക ഞങ്ങൾക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിനുള്ള പ്രചോദനമാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തലമേനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശുദ്ധ സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവായി മാർ യൗസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ മാർ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പ് പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ,
ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാർ യൗസേപ്പേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സദാ പരിപാലിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാർ യൗസേപ്പേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സദാ പരിപാലിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാർ യൗസേപ്പേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സദാ പരിപാലിക്കണമേ. ആമേൻ.